അതെ, എല്ലാവർക്കും ഓണത്തിന് ഒരാഴ്ച മുന്നേ ഇല്ലെങ്കിൽ എന്തിട്ടാണ് 3-4 ദിവസം മുന്നേ ഒക്കെ അടിച്ച് തുടച്ച് ക്ലീൻ ആക്കിയിടണം. പക്ഷെ എനിക്ക് തലേദിവസം ക്ലീൻ ആക്കുന്ന കേട്ടോ ഇഷ്ടം. അതിപ്പോൾ ഓണം എന്നല്ല, എന്ത് പരിപാടി ആയാലും തൊട്ട് തലേദിവസം ക്ലീൻ ആക്കുന്ന ഇഷ്ടം. കാരണം നമുക്കിങ്ങനെ ഫ്രഷ് ആയിട്ട് കിടക്കുമല്ലോ. നേരത്തെ ചെയ്തു വെച്ചാൽ വീണ്ടും നമ്മളൊന്നും കൂടി ചെയ്യണ്ടേ. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ തലേദിവസമാണ് ചെയ്യുന്നത്. പിന്നെ ഇന്നലെ തന്നെ ഞാൻ കിച്ചണൊക്കെ ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെയൊക്കെ അടിച്ച് തുടച്ച് കബോർഡൊക്കെ അടിച്ച് തുടച്ചൊക്കെ ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഡോറുകളും ടി വിയും സ്വിച്ച് ബോർഡും അതുപോലെ കബോർഡുകളും എല്ലാ റൂമിലെയും കബോർഡുകളും അതുപോലെ ഡോറുകളും കാര്യങ്ങളും എൻ്റെ റൂമിലെ അലമാരയും കാര്യങ്ങളൊക്കെ അടിച്ചു തുടച്ച് ക്ലീൻ ആക്കുകയാണ്. അപ്പോൾ അതേ എൻ്റെ മോൻ കിടന്നുറങ്ങേണ്ട അതാ അവൻ്റെ കാലം അവിടെ കാണുന്നത് കേട്ടോ. അങ്ങനെ അപ്പോൾ എല്ലായിടത്തും ഞാൻ അടിച്ചു തുടച്ച് പിന്നെ അതേ സെറ്റിയുടെ കാലും കാര്യങ്ങളും ഡൈനിങ് ടേബിളിൻ്റെ കാല് അങ്ങനെ എല്ലായിടത്തും നമ്മൾ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ എല്ലായിടത്തും ക്ലീൻ ചെയ്തു. അപ്പം അമ്മ എൻ്റെ ഇടയിൽ കൂടെ നടന്ന് ഓരോന്നൊക്കെ ചെയ്യുന്നുണ്ട്. ഓരോന്ന് ഞങ്ങൾ അതും ഇതൊക്കെ പറയണമുണ്ട്. അങ്ങനെ അപ്പം എല്ലായിടത്തും തുടച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനിനി അവസാനമായിട്ട് ഫ്ലോറും കൂടി തുടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പം അതും എല്ലായിടത്തും വേഗം നടന്ന് എല്ലാം തുടച്ചു. ഇതൊക്കെ അവൻ കിടന്നുറങ്ങുമ്പോഴേ നടക്കുകയുള്ളൂ. അവൻ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. പിന്നെ അതേ അവൻ അപ്പോൾ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. ആദ്യമായിട്ടൊന്നും ഒറ്റയ്ക്ക് കഴിക്കണേ. അപ്പോൾ അവൻ്റെ കൂടെ ഇരുന്ന് ഞാനപ്പോൾ പുളിയിഞ്ചിക്കുള്ള ഇഞ്ചിയൊക്കെ നന്നാക്കുകയാണ്. നമ്മളപ്പോൾ തലേ ദിവസം തന്നെ 1-2 കറികളൊക്കെ വെക്കുമല്ലോ. അപ്പോൾ ഇന്ന് ഞാനപ്പോൾ പുളിയിഞ്ചിയും അതുപോലെ നമ്മുടെ കട്ടിക്കാളനില്ലേ, അങ്ങനെയാണ് ഇവിടെ പറയുക, എന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെ അപ്പോൾ കട്ടിക്കാളനും ഉണ്ടാക്കി വെച്ചു. അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ഉണ്ടാക്കിയത്? നിങ്ങളുടെ ഓണപരിപാടികളൊക്കെ എവിടം വരെയായി? ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.